അസ്സലാമലൈക്കും. എല്ലാവരും ശേഷം സുഖാന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നാത്തൂനും അളിയനും മക്കളൊക്കെ കൂടിയിട്ട് വരുന്ന ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ആ ദിവസത്തെയും പിറ്റേ ദിവസത്തെയും കൂടിയിട്ടുള്ള വീഡിയോ കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർ അവരോട് അടുത്ത ഷോപ്പെത്തിന്ന് പറഞ്ഞപ്പോൾ അവർ വിളിക്കാൻ വേണ്ടി പോയിട്ടൊക്കെ മക്കളും കൂടി പോവാണ്. അപ്പം ഞാൻ അവിടെ പാട്ട് വെക്കുകയാണ് കേട്ടോ. എനിക്ക് നമ്മളെ ശരിക്കത്തെ നാട് നമ്മളെല്ലാവരും തൃശ്ശൂരാണ്. അപ്പം ജോലി ഭാഗമായിട്ടാണ് ഇപ്പോൾ എറണാകുളത്ത് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവർ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ അവർക്ക് വഴിയും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ലൊക്കേഷൻ ഇട്ട് കൊടുത്തിട്ട് അവരിവിടെ അടുത്ത ഷോപ്പ് എത്തിയപ്പോൾ അവരെ പോയിട്ട് എടുക്കുകയാട്ടോ ചെയ്യണത്. ഫുഡ് പിന്നെ നമ്മൾ സിമ്പിളാണ് കേട്ടോ. അത് ഫ്രൈ ചെയ്യൽ അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല, കുറച്ചും കൂടി പൊരിക്കാണ്ടായിരുന്നു. പിന്നെ ചൂടയും പിലോപ്പയും കേട്ടോ വറുത്തത്. പിന്നെ ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും കൂടിയിട്ട് ഉപ്പേരിയും തമ്മാൻ കൂട്ടാൻ വെച്ചു. പിന്നെ പപ്പടം, അച്ചാറ്, മോരുകറി അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് ഇറച്ചി മീൻ കാര്യങ്ങൾ പിറ്റേ ദിവസം ചെയ്യാന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ സിമ്പിളായിട്ടാണ് നൈറ്റായ കാര്യം കൊണ്ട് ചെയ്തത്. അങ്ങനെ അവരൊക്കെ വന്ന് കുഞ്ഞുമക്കൾക്കൊക്കെ ഫുഡ് നിലത്ത് വെച്ച് കൊടുത്തു കേട്ടോ. അവർക്ക് 2 മക്കളാട്ടോ, ഒരാണൊരു പെണ്ണും, എനിക്ക് 3 ആൾ അങ്ങനെ ഉണ്ടാ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും താഴത്ത് വെച്ച് കൊടുത്തു. അങ്ങനെ ചെറിയ ടേബിളാണ്. അപ്പോൾ അവർ വിസ്താരമായിട്ട് ഇരുന്ന് കഴിച്ചോട്ട് വെച്ചിട്ട് അവർക്ക് താഴെ വെച്ച് കൊടുക്കട്ടെ ചെയ്തത്. അങ്ങനെ ടേബിളും കഴിക്കട്ടെ ചെയ്തത്. അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 2 പേര് ഭയങ്കര അന്താരാഷ്ട്ര ചർച്ചയിലാട്ടോ. ക്യാമറ കണ്ടപ്പം പാത്തുവിന് ഭയങ്കര അവരുടെ മോളാട്ടാ. എൻ്റെത് തുനുമോള്, എൻ്റെ മോള് തുനുമോള് കേട്ടോ. അപ്പോൾ പാത്തു നാണം വരും കേട്ടാ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ അളിയനും ഭയങ്കര ചർച്ച കേട്ടാ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് പിള്ളേരൊക്കെ കുടിച്ച് കാറിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഭയങ്കര DJയും പാട്ടൊക്കെ. ഞാൻ എൻ്റെ നാത്തൂനും കോലായിത്തിരുന്നിട്ട് ഇതൊക്കെ കാണുന്നുണ്ട്. ഒപ്പം തന്നെ ഞങ്ങളും ബെഡായി ഒട്ടിക്കാൻ തുടങ്ങിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് സംസാരിച്ച ചർച്ച എവിടെ എത്തിച്ചേർന്നിച്ചിട്ടിങ്ങനെ മൂന്നാറിൽ പോകാന്നുള്ള ചർച്ചയിലെത്തിയിട്ടാണ്. അങ്ങനെ ഇക്കാക്ക് എന്താ പറയുക വിളിച്ച് പറഞ്ഞ് ജോലി ലീവൊക്കെ ആക്കി പുലർച്ചെ പോവുകയാണെങ്കിൽ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളിവിടെ അധികമല്ല കേട്ടാ. ഇത് മൂന്നാർ റൂട്ടിലാണ് ഞാൻ താമസിക്കുന്നത്, ഓടക്കാലിയിൽ. അപ്പോൾ എന്താ പറയുക നാത്തൂന് നെയ്ച്ചോറക്കാന്ന് പറഞ്ഞ് ഞാൻ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ പിന്നെ എന്താ പറയുക അരി സാധനമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് കഴിക്കണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കൊണ്ടിട്ട് എവിടെ നല്ല ഭാഗത്ത് നിന്ന് കഴിക്കണമെങ്കിൽ അത് വേറെ രസമല്ലേ. പിന്നെ നാത്തൂന് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് വേഗം പോയിട്ടാണ്. ഞാൻ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കി കഴിയാൻ കുറച്ച് ടൈം എടുത്ത് പൊരിച്ചിട്ട് വെച്ചത്. അപ്പോൾ കുറേ ടൈം എടുത്തിട്ടാണ്. പിന്നെ മുട്ട പുഴുങ്ങിയിട്ട് മസാല കാര്യമില്ല, അത് നല്ല ഇഷ്ടമായിട്ട് എല്ലാവർക്കും. അപ്പോൾ അതുണ്ടായി കൈ പിടിച്ച്. പിന്നെ ഞാൻ കിടന്നില്ല. എന്താ പറയുക എല്ലാവർക്കുള്ള ഡ്രസ്സും കാര്യങ്ങളുടെ മക്കൾക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കി സോഫയമ്മ വെച്ചിട്ട്. അപ്പത്തിനൊക്കെ എൻ്റെ കണ്ണിങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഉറക്കം വന്നിട്ട് അത്യാവശ്യം. പക്ഷെ ഉറക്കം വരിക പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പോയി കിടന്നിട്ടുണ്ടെങ്കിൽ പോക്കും മുടങ്ങുന്ന ഉറപ്പായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കടിച്ച് പിടിച്ച് നിന്നിട്ടാ. പിന്നെ എല്ലാവരും പോയി വിളിക്കലായിരുന്നു എൻ്റെ പണി. ചായ വെച്ചിട്ട് എല്ലാവരും പോയി വിളിച്ചിട്ട് നാത്തൂനൊക്കെ ഒരുങ്ങി എല്ലാവരും ഒരുങ്ങിയിട്ടാണ്. പിന്നെ ചടപടി എന്നുള്ള എല്ലാ കാര്യങ്ങളും നടന്നിരുന്നത്. കച്ചമ്പറ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക തൈര് ഒഴിച്ച് അത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പച്ചമുളക് അരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ക്യാരറ്റും സബോളയും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിത് ഫ്രിഡ്ജ് തുറന്നിട്ട് എന്താ പറയുക പച്ചമുളക് എടുത്തു കൊടുക്കണം കേട്ടോ. തൈരും പച്ചമുളകൊക്കെ എടുത്തു കൊടുക്കണം. പിന്നെ നാത്തൂനെ സെറ്റാക്കിയിട്ടാണ്. പിന്നെ ഒന്നും മറന്നിട്ടില്ലല്ലോ എന്നുള്ള രീതിയിൽ അളിയനും ഇക്കയും എല്ലാവരും സാധനങ്ങളൊക്കെ എടുത്തേക്കണ തിരക്കിലാട്ടോ. ഞാനും എടുത്തേക്കുണ്ട് കേട്ടോ. ഒപ്പം തന്നെ ഞാനെല്ലാം എടുത്തേക്കുണ്ട്. പിന്നെ എൻ്റെ ഇച്ചു കണ്ടത് ഇച്ചുവിന് ക്യാമറ കണ്ട് ഇറത്തടിച്ച പോലെ ഉണ്ട്. അവനക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ക്യാമറ കാണുമ്പോൾ. എന്തോ വന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും റെയിൻ കോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹാളിൽ വലിച്ചിട്ടിരിക്കണത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി മഴയും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ പിന്നെ ഇനി ആർക്ക് വെച്ചാൽ എന്തെങ്കിലും റെയിൻ കോട്ട് അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. തട്ടം കുത്താനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തട്ടൊക്കെ കുത്തുണ്ടാ. ഒരു 2-3 റെയിൻ കോട്ട് ഉണ്ടായിരുന്നു. പിന്നെ വേണമെങ്കിൽ നമുക്ക് മേടിക്കാന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ. ഒക്കെ എല്ലാം സെറ്റാക്കി പായൊക്കെ എടുത്ത് വെച്ചിരുന്നിട്ട് ചോദിക്കണത്. പായം കാര്യങ്ങളൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും വിരിക്കേണ്ട വന്നാൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാമല്ലോ വെച്ചിട്ട് പായൊക്കെ കാറിലെല്ലാം എന്തായാലും പോകണത്. അപ്പോൾ നമുക്ക് അതൊക്കെ എടുത്ത് വെക്കാമല്ലോ വെച്ചിട്ട് പിന്നെ എല്ലാവരും സെറ്റായി എല്ലാവരും ഒരുങ്ങി ഞങ്ങളൊക്കെ ഇറങ്ങാൻ നിൽക്കുന്നുണ്ടാ. നല്ല മഞ്ഞാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ ചെറിയ കുട്ടീനെ കുളിപ്പിച്ചില്ല കേട്ടോ. പമ്പേഴ്സ് മാത്രം ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്തോളൂ. പിന്നെ എന്താ പറയുക മൂത്താളുടെ ഷിമ്മിലിട്ട് കിടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ തന്നെ കേട്ടോ. അങ്ങനെ തന്നെ അത് ഇട്ടിട്ടാട്ട കയറ്റണത്. പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് പെട്രോൾ അടിക്കാണ്ടായിരുന്നു കേട്ടോ. പെട്രോളൊക്കെ അടിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഈ യാത്ര തുടർന്നത് ഓർമ്മയുള്ളോട്ടോ. കാരണം അത്രയും അന്തല്ലാണ്ട് ഉറങ്ങിപ്പോയി. കാരണം ഒരു ബോധം ഉണ്ടായിരുന്നില്ല. അവിടുന്ന് ഇവിടുന്ന് എന്തൊക്കെയോ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവർ മുമ്പിൽ ഫ്രണ്ടിൽ ഇരുന്നിട്ട് അളിയനും എന്തൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും എനിക്ക് ചെവിട്ടിൽ കയറുന്നില്ല കേട്ടോ. നല്ല ഉറക്കമായി ഞാൻ. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ റോഡ് സൈഡിൽ വെള്ളച്ചാട്ടം നല്ല കോടൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടാണ്. അപ്പോൾ റോഡ് സൈഡിൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഇത് കണ്ടപ്പോൾ നമുക്ക് ഇറങ്ങിയിട്ട് അത് കാണാം എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ നല്ല മഴക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ പെയ്യുന്നുള്ള രീതിയിലായിട്ട് മഴ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഞങ്ങൾക്കൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങിയിട്ടാണ്. ഇത്ര ശക്തിയിൽ വെള്ളച്ചാട്ടം ആദ്യമായിട്ട് കണ്ടേ. ഇത്ര ശക്തിയിൽ വെള്ളച്ചാട്ടം ഇത്ര വൈബായിട്ട് കാണാൻ ആദ്യമായിട്ട്.
അത് കുറച്ച് ഓവറായി പോയി. എന്താ വെച്ചാൽ വെള്ളച്ചാട്ടം മുമ്പ് കണ്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇത് കണ്ടപ്പോൾ എന്തോ ഓർക്കത്തിന് വെച്ചുകൊണ്ടാണോന്ന് അറിയില്ല, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയി. പക്ഷേ അടിപൊളിയായിരുന്നു. ഇത്രയും ഭംഗിയിൽ കാണാൻ ആദ്യമായിട്ട് തന്നെ ഉണ്ട്. നമ്മൾ അതിരപ്പള്ളി വാഴ്ചയിലൊക്കെ കണ്ടിട്ടുണ്ടെന്നെങ്കിൽ പോലും അടിയിലേക്കൊന്നും ഇറങ്ങിപ്പോയിട്ട് കണ്ടിട്ടില്ല കേട്ടോ. അടിയിലേക്കൊക്കെ ഇറങ്ങിപ്പോയി കാണുമ്പോഴൊന്നും അതിൻ്റെ ഒരു ഫീൽ ശരിക്കും അറിയാൻ പറ്റുക. അങ്ങനെ ഞാൻ പോയിട്ട് പിന്നെ മോൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ട് ആൾക്ക് നല്ല തണുക്കണുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു. അപ്പം ഫ്രണ്ടിൽ ഇരിക്കുക, വാപ്പാടെ അടുത്ത് ഇരിക്കുള്ളൂ കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഒളിഞ്ഞ് നോക്കിയിട്ടാണ് കാണുന്നത്. എന്തോ ആ വെള്ളച്ചാട്ടം കണ്ടേ പിന്നെ ഞാൻ ഓണായിട്ടാണ്. പിന്നെ ഞാൻ ഉറങ്ങിയില്ല, കുറേ നേരത്തിൽ പിന്നെ ഞാൻ ഉറങ്ങിയില്ല കേട്ടോ. പക്ഷെ നല്ല രസമായിരുന്നു. എന്താ പറയുക, കാണാനും വേണ്ടിയിട്ട് മോളീന്നാണ് ഇത്രയും മോളീന്ന് ഇങ്ങനെ എന്താ പറയുക ഇതാവണ. ഇപ്പുറത്തെ ഭാഗത്താണെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. റോഡ് മുറിഞ്ഞിട്ട് നല്ല മഴ വരുന്നുണ്ടായിരുന്നേ. റോഡ് മുറിഞ്ഞ് പോയിരുന്നെങ്കിൽ നമുക്ക് അവിടെ നിറച്ച് കോട, ഇപ്പുറത്തെ സൈഡിൽ നിറച്ചും വെള്ളച്ചാട്ടം. അങ്ങപ്പോൾ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ചായ ഉണ്ട് ചോദിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങണ്ട തുള്ളി ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. കുറേ നേരത്തെ ഇറങ്ങിയാൽ ഗ്യാസ് കയറാൻ തുടങ്ങി വിശന്നിട്ടേ പിള്ളേർക്കൊക്കെ. അപ്പോൾ പിന്നെ ചായ കുടിക്കാൻ വേണ്ടി കയറിട്ടെ ഞങ്ങൾ വെറുതെ ഒരു കാലിച്ചായ മക്കൾക്ക് ഹോർലിക്സ് അങ്ങനെ ആയിട്ട് ഇതാക്കിയിട്ടുണ്ടായിരുന്നത്. അത് വിളിച്ച് നമ്മൾ ആ ബാഗിൽ നിറച്ച് സ്നാക്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്ക്. അവർ വരുമ്പോൾ ഇന്നലെ കുറേ സ്നാക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കയ്യിൽ പിടിച്ചുട്ടോ. കാരണം കുട്ടികൾക്ക് എപ്പോഴാണ് വിശക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. വണ്ടി നിർത്തിയിട്ട് നമുക്ക് മേടിക്കണേക്കാളും നല്ല നമ്മൾ കയ്യിലുള്ള സാധനം കഴിക്കണതല്ലേ. പിന്നെ എന്താ പറയുക, ഞങ്ങൾ ചായയും കാര്യങ്ങളൊക്കെ വന്ന് ചെറുതിനും കൊടുത്തു, ഞങ്ങളെല്ലാവരും കുടിച്ചു കേട്ടോ. അപ്പത്തിനൊക്കെ നല്ല മഴക്കാർ വെച്ച് തുടങ്ങിയിട്ടാണ്. പിന്നെ ഈ സമയമൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് 7 മണി 7:30 ആയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം തന്നെ ഇറങ്ങി എന്താ പറയുക പാട്ട് വെച്ചു കേട്ടോ. അപ്പോൾ തുള്ളി ചായ അകത്ത് ചെന്നപ്പോൾ എല്ലാവർക്കും എന്താ പറയുക കുറച്ച് ഉന്മേഷമൊക്കെ വന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും അടിച്ച് പൊളിച്ച് പാട്ടൊക്കെ വെച്ച് സെറ്റായിട്ടാണ് പോണത്. അപ്പം ഞാനൊക്കെ തകർത്തിട്ടുണ്ട് കേട്ടോ ഈ പരിപാടിയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബാക്കി പാർട്ട് 2 ആയിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ വരുന്നുണ്ട്. ഓക്കെ, അസ്സലാമു അലൈക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.